ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുക്കിംഗ് റേഞ്ചും ഗ്യാസ് സ്റ്റവ് ഒക്കെ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോ ആട്ടോ. നമ്മൾ ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ചിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബേണറിന് ചുറ്റുമൊക്കെ യെല്ലോ സ്റ്റെയിൻ പോലെയൊക്കെ പിടിക്കാറുണ്ട്. അതൊക്കെ റിമൂവ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് അത് വൃത്തിയാക്കുന്നതെന്ന് കാണിച്ചു തരാവേ. ഫസ്റ്റ് തന്നെ ആ ഒരു ബേണറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ചൂട് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ബേക്കിംഗ് സോഡയും പിന്നെ കുറച്ച് ഡിഷ് വാഷിംഗ് ലിക്വിഡും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് നേരം അതവിടെ അങ്ങനെ വെച്ചിരിക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഗ്യാസ് സ്റ്റവ് ഉണ്ടല്ലോ അതിന് മുകളിലേക്ക് ഒരു സ്പ്രേ ബോട്ടിലിൽ കുറച്ച് വിനെഗറും കുറച്ച് ഡിഷ് വാഷിംഗ് ലിക്വിഡും കൂടെ മിക്സ് ചെയ്തിട്ട് അത് നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുള്ള അഴുക്കൊക്കെ ഒന്ന് മാറിക്കൊടുക്കണം കേട്ടോ. അതിനുശേഷം ആ ഒരു യെല്ലോ സ്റ്റെയിനൊക്കെ വന്ന ആ പോർഷനിലേക്ക് കുറച്ച് വിനെഗർ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു ബ്രഷും സ്പഞ്ചൊക്കെ യൂസ് ചെയ്തിട്ട് അത് ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കണേ. അതിനുശേഷം ഇതുപോലെ ഒരു സ്പഞ്ച് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഉള്ളിലൊക്കെ ഈ സ്പഞ്ച് യൂസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ബ്രഷ് യൂസ് ചെയ്തിട്ടും ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ഫുള്ളൊന്ന് തുടച്ചിട്ട് എടുക്കുമ്പോഴേക്കും അതൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബേണറും അതുപോലെ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ കുക്കിംഗ് റേഞ്ചൊക്കെ പുത്തനായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.